ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അടിപൊളി റാപ്പാണ്. നമ്മൾ ടോർട്ടില്ല ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ല ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു മെക്സിക്കൻ ടച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനലിൽ ഗ്രോത്ത് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ലൈക്കും ഷെയറും പിന്നെ കമൻറ്റൊക്കെ ഇട്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയനും ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൻസ്ഡ് ബീഫാണ്. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിതിപ്പം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം, മഷ്റൂം, സ്പ്രിംഗ് ഓണിയൻ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം നിങ്ങളും ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം അത് യെല്ലോ റെഡ് കളർ ആവണമെന്നൊന്നുമില്ല, ഗ്രീൻ കളർ ആയാലും മതി. പിന്നെ നമ്മൾ മഷ്റൂം, സ്പ്രിംഗ് ഓണിയൻ അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. അതാണ് ഈ റാപ്പിന് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. അതില്ലെങ്കിൽ നമ്മൾ 2 തക്കാളി ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരു 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബീഫിൻ്റെ ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈഡ് റോസ്മേരി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി മസാല റെഡിയായി. ഇനി നമുക്കിത് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ടോർട്ടില്ല ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലെറ്റൂസ് ലീഫില്ലേ അതും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കെച്ചപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം റാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനൊരു ടോസ്റ്ററിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ചീസൊക്കെ നല്ല മെൽട്ടായിട്ട് വരും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റാപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതൊരു 2 ടൈപ്പിൽ മടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് രണ്ടും കൂടി കാണിച്ചു തരാം. ഒന്നിതാ ഈ ടൈപ്പാണ്. പിന്നെ ഇതാ നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പോക്കറ്റ് പോലെ ആക്കി എടുക്കുന്നതാണ് ഈ മടക്കൽ. അപ്പോൾ നമ്മൾ ടോർട്ടില്ല ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ മസാല ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം മയോണൈസ്, പിന്നെ സലാഡ്, നമ്മൾ ലെറ്റൂസ് ലീഫും കുറച്ച് ക്യാപ്സിക്കും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല, അതിനുശേഷം ചീസ്. അപ്പോൾ അങ്ങനെ ആ സർക്കിൾ ഫുള്ള് കവറാന്നൊക്കെ വെച്ചിട്ട് ഓരോ കോണിൽ ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു ആ മടക്കിയത് കാണാൻ വേണ്ടിയിട്ടും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടോർട്ടില്ല റാപ്പ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും കൂടി ഞാനിങ്ങനെ മടക്കി എടുത്തിട്ട് ടോസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റാപ്പാട്ടാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.